ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഉൽപ്പത്തി 34 അധ്യായം. യാക്കോബിൻ്റെ കുടുംബത്തിൻ്റെ ധാർമ്മിക തകർച്ചയും ഉടമ്പടിയുടെ പോരായ്മയും പാപത്തിൻ്റെ പടുക്കുഴിയിൽ വീണ് തകർന്ന് തരിപ്പണമാകുന്ന യാക്കോബിൻ്റെയും മക്കളുടെയും ശേഖേമിൻ്റെയും കുടുംബത്തിൻ്റെയും ഒക്കെ ജീവിത പരാജയവുമാണ് ഈ അധ്യായത്തിൻ്റെ ഇതിവൃത്തം. പാപം ചെയ്യാത്ത വീണ്ടെടുപ്പുകാരനായ യേശുവിൻ്റെ ആവശ്യകതയിലേക്ക് ഈ സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നു. യാക്കോബും കുടുംബവും ശേഖേമിൽ സമാധാനപരമായി കഴിഞ്ഞുകൂടാനാണ് അവിടെ കൂടാരമടിച്ചത്. എന്നാൽ അവരുടെ പ്രതീക്ഷകൾ അസ്ഥാനത്തായി. ലേയയുടെ മകൾ, യാക്കോബിൻ്റെ ഏകപുത്രി, യാക്കോബ് പുത്രന്മാരുടെ ഒരേ ഒരു കുഞ്ഞുപെങ്ങൾ ദീന മുറിവേൽപ്പിക്കപ്പെട്ടു. അപമര്യാദ നിറഞ്ഞ പെരുമാറ്റത്തിനും അധാർമ്മികതയ്ക്കും അവൾ വിധേയയായി. അവൾ ഒറ്റ മകളായിരുന്നത് കാരണം ആ പ്രദേശത്തെ പെൺകുട്ടികളുമായി പരിചയപ്പെടാമല്ലോ എന്ന് കരുതി അവിടെയുള്ള കന്യകമാരെ സന്ദർശിക്കുവാൻ ഇറങ്ങിപ്പുറപ്പെട്ടു. ആ സമയത്ത് അന്നാട്ടിലെ പ്രധാനിയും പ്രഭുവുമായ ശേഖേം അവളെ കണ്ട് ആകൃഷ്ടനായി. അയാൾ ഹിവ്യനായ ഹാമോരിൻ്റെ മകനായിരുന്നു. ശേഖേം ദീനയെ ബലാത്സംഗം ചെയ്തു. 2 ശമൂവേൽ 13:12-14 വാക്യങ്ങളിൽ അമ്നോൻ താമാറിനെ ബലാത്സംഗം ചെയ്യുന്നതു രേഖപ്പെടുത്തുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന അതേ പദമാണ് ഇവിടെയും ഉപയോഗിച്ചിട്ടുള്ളത്. ശേഖേം ദീനയോട് ചെയ്തത് ന്യായീകരിക്കാവുന്ന കാര്യമായിരുന്നില്ല. എങ്കിലും അവൻ അവളെ സ്നേഹിച്ചിരുന്നു. ബാലയോട് ഹൃദ്യമായി സംസാരിച്ചു എന്നതുകൊണ്ട് മൂലഭാഷയിൽ ഉദ്ദേശിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ അവളുടെ ഹൃദയത്തോട് സംസാരിച്ചു എന്നാണ്. ദീനയുമായുള്ള വിവാഹം നടത്തിക്കൊടുക്കണമെന്ന് അവൻ അപ്പനോട് അഭ്യർത്ഥിച്ചു. അറേഞ്ച്ഡ് മാര്യേജ് ആയിരുന്നു അക്കാലത്തെ രീതി. അച്ഛനമ്മമാരാണ് അത് നടത്തിക്കൊടുത്തിരുന്നത്. തൻ്റെ മകൾക്ക് സംഭവിച്ചത് യാക്കോബ് അറിഞ്ഞപ്പോൾ അയാൾ സ്വാഭാവികമായും ക്ഷുഭിതനായിത്തീർന്നു. വഷളാക്കി എന്ന് പറഞ്ഞാൽ മാലിന്യപ്പെടുത്തി എന്നാണ് അർത്ഥം. ആട്ടിൻകൂട്ടത്തോടുകൂടെ വയലിലായിരിക്കുന്ന മക്കൾ വരുവോളം യാക്കോബ് കാത്തിരുന്നു. വിവരമറിഞ്ഞെത്തിയ മക്കളും ദുഃഖത്തിന് ഇരയായി. അവരുടെ വിശുദ്ധ വിശ്വാസത്തിൻ്റെ പ്രതീകമായ പരിച്ഛേദന ഒരായുധമായി ഉപയോഗിക്കുവാൻ അവർ തീരുമാനിച്ചു. 17-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ അഗ്രചർമ്മം പരിച്ഛേദനം ചെയ്യുന്ന പ്രമാണത്തെ വിശദീകരിച്ചിട്ടുണ്ട്. ശേഖേം താനും തൻ്റെ നാട്ടിലുള്ള എല്ലാ ആണുങ്ങളും പരിച്ഛേദനയ്ക്ക് തയ്യാറായി എന്നത് അവന് ദീനയോടുള്ള സത്യസന്ധമായ അനുരാഗത്തെയാണ് വ്യക്തമാക്കുന്നത്. ശേഖേമും അവൻ്റെ നാട്ടുകാരായ ആണുങ്ങളും പരിച്ഛേദനയ്ക്ക് വിധേയമായതോടെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെട്ടതായി എല്ലാവരും വിചാരിച്ചു. പക്ഷേ 3-ാം ദിവസം അവർ പരിച്ഛേദന കഴിഞ്ഞുള്ള വേദനയിൽ ഇരിക്കുന്ന സമയത്ത് യാക്കോബിൻ്റെ 2 പുത്രന്മാർ ശിമയോനും ലേവിയും താൻ്റെ വാളെടുത്ത് നിർഭയമായിരിക്കുന്ന പട്ടണത്തിന് നേരെ ചെന്ന് അവിടെയുണ്ടായിരുന്ന പുരുഷന്മാരെ മൊത്തം കൊന്നുകളഞ്ഞു. അവർ ഹാമോരിനെയും അവൻ്റെ മകനായ ശേഖേമിനെയും വാളുകൊണ്ട് കൊന്നിട്ട് അവരുടെ സഹോദരിയെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോയി. യാക്കോബ് പുത്രന്മാർ ചെയ്ത ഈ ഹൃദയശൂന്യമായ കൊലപാതകം ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയാത്തതാണ്. ദീനായുടെ പൂർണ്ണ സഹോദരന്മാർ എന്ന നിലയിലായിരിക്കണം ശിമയോനും ലേവിയും ഇങ്ങനെയൊരു സാഹസത്തിന് ഉരുമ്പെട്ടത്. എന്നാൽ പരിച്ഛേദന എന്ന ഒരു പുണ്യമായ അടയാളത്തെ പ്രതികാരം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഉപാധിയായി ഉപയോഗിച്ചതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. ഒരു ക്രിസ്ത്യാനി ഒരിക്കലും ഇങ്ങനെയുള്ള ചതിപ്രയോഗങ്ങളിലൂടെ പ്രതികാരം ചെയ്യുന്നതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും പാടില്ല. എഫേസ്യർ 4-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ശ്രദ്ധിക്കുക. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പാൻ സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ട് ഇരിക്കരുത്. അതുപോലെ റോമർ 12:19 വാക്യം കൂടി വായിക്കുക. കൂട്ടക്കൊല പാതകത്തിന് ശേഷം അവർ പട്ടണവും കൊള്ളയടിച്ചു. അവരുടെ ആട്, കന്നുകാലി, കഴുത ഇങ്ങനെ പട്ടണത്തിലും പുറത്തും ഉള്ളതെല്ലാം അപഹരിച്ചു. സമ്പത്തൊക്കെയും പൈതങ്ങളെയും സ്ത്രീകളെയും അവർ കൊണ്ടുപോയി. ഈ നീചപ്രവൃത്തിക്ക് മറ്റു സഹോദരന്മാരും കൂട്ടുനിന്നു.
യാക്കോബ് ശിമെയോനെയും ലേവിയെയും ശാസിച്ചു. അവർ ചെയ്ത പ്രവൃത്തി യാക്കോബിനെ ആ ദേശനിവാസികളായ കനാന്യരുടെയും പെരിസ്യരുടെയും ഇടയിൽ നാറ്റിച്ചു വിഷമത്തിലാക്കി തീർത്തതായി അവൻ പരാതിപ്പെട്ടു. താൻ ആൾ ചുരുക്കമുള്ളവനായിരിക്കയാൽ ആ നാട്ടുകാർ ഒരുമിച്ച് ചേർന്ന് അവന് വിരോധമായി കൂട്ടുകൂടി അവനെ തോൽപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്തേക്കുമെന്ന് യാക്കോബ് ഭയപ്പെട്ടു. ഉൽപ്പത്തി 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യപ്രകാരം സകല ജാതികൾക്കും അനുഗ്രഹമാകേണ്ടിയിരുന്ന ഇസ്രായേൽ ജനത ചുറ്റുപാടുമുള്ള ആളുകളുടെ മുൻപിൽ നിന്ദ്യരായി മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. യാക്കോബിൻ്റെ കുടുംബം അക്ഷരാർത്ഥത്തിൽ ആ സമൂഹത്തിൽ അമ്പരിപ്പിക്കും വിധം ഒരു ദുർഗന്ധവാഹിയായി മാറി. ചെയ്ത കുറ്റത്തിന് ആനുപാതികമായ ശിക്ഷ നൽകി തന്ത്രപരമായ രീതിയിൽ പരിഹരിക്കാമായിരുന്ന ഒരു കാര്യമാണ് അതിസങ്കീർണമായ ഒരു പ്രശ്നമായി മാറിയത്. തങ്ങൾ ചെയ്ത അതിഭയങ്കരമായ ക്രൂരത സംബന്ധിച്ച് അവർക്ക് മനസ്താപം പോലും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയല്ല, യാക്കോബിൻ്റെ ശാസനയ്ക്കെതിരെ പ്രതിഷേധ സ്വരം ഉയർത്താനും അവർ തയ്യാറാവുകയാണ് ചെയ്തത്. തീരുമാനമെടുക്കുന്നതിന് മുൻപ് യാക്കോബ് ദൈവത്തോട് ചോദിച്ചില്ല. യാക്കോബിൻ്റെ മക്കൾ ദൈവത്തോട് ചോദിച്ചില്ല. യാക്കോബ് പാർക്കാൻ തിരഞ്ഞെടുക്കേണ്ടിയിരുന്ന സ്ഥലം ശേഖേമായിരുന്നില്ല, ബേഥേലിലേക്കായിരുന്നില്ലേ അവർ പോകേണ്ടിയിരുന്നത്. ഉൽപ്പത്തി 28-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ പ്രകാരം ഏശാവിനെ വിട്ട് ഓടിപ്പോകുന്ന യാക്കോബ് സുരക്ഷിതനായി മടങ്ങി വരുന്ന വേളയിൽ ബേഥേലിൽ ആരാധനാസ്ഥലം ഉണ്ടാക്കുമെന്നും അവനുള്ളതിലൊക്കെയും ദശാംശം കൊടുക്കുമെന്നും വാക്ക് പറയുന്നുണ്ട്. അത് നിറവേറ്റാതെ ശേഖേമിൽ സ്ഥലം വാങ്ങി അവിടെ കൂടുവാൻ നടത്തിയ ശ്രമമായിരിക്കണം ശേഖേമിലെ വീഴ്ചയ്ക്ക് കാരണമായി തീർന്നത്. അതുകൂടാതെ അന്യദൈവങ്ങളെ അവൻ്റെ കുടുംബം ആരാധിച്ചിരുന്നതായും കാണുന്നു. 35-ാം അധ്യായത്തിൽ യാക്കോബ് അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് സ്വയം ശുദ്ധീകരിക്കുവാൻ തൻ്റെ കുടുംബാംഗങ്ങളോടുകൂടെയുള്ളവരോടും ആവശ്യപ്പെടുന്നു. ഉൽപ്പത്തി 34-ാം അധ്യായം ഒരു ക്രിസ്ത്യാനിക്ക് ചില ഗൗരവതരങ്ങളായ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. ലോകവുമായി വിട്ടുവീഴ്ച ചെയ്യുന്നതിൻ്റെയും ആത്മീയ മുൻഗണനകളെ അവഗണിക്കുന്നതിൻ്റെയും നീതിക്ക് പകരം പ്രതികാരത്തിന് പ്രാധാന്യം നൽകുന്നതിൻ്റെയും ദുരന്ത ഫലങ്ങൾ നാം ഇവിടെ മനസ്സിലാക്കുന്നു. അനുസരണക്കേട്, ദൃഢമല്ലാത്ത നേതൃത്വം, ആക്രമണോത്സുകമായ പ്രകൃതികാര ബുദ്ധി തുടങ്ങിയ ദൗർബല്യങ്ങൾ യാക്കോബിൻ്റെ കുടുംബത്തെ ശിഥിലമാക്കുന്നു. വിശുദ്ധ ജീവിതത്തിൻ്റെയും ദൈവാശ്രയത്തിൻ്റെയും ആവശ്യകതയിലേക്ക് ഇത് വിരൽ ചൂണ്ടും. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നുണ്ടാകും.